കഴിഞ്ഞ 6 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പൊന്തമ്പഴ പൂക്കളം കോളനിയിലെ നമ്മുടെ ഷായിച്ചേട്ടൻ്റെ വീഡിയോ. ഷായിച്ചേട്ടനാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, വൈഫാണെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടും അച്ഛനും വയ്യാതെ അങ്ങനെയുള്ളൊരു വീഡിയോ, ആ ഒരു കുടുംബത്തിൻ്റെ ഭയങ്കര കഷ്ടത നിറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അത് വീഡിയോ കണ്ട് 6 ദിവസം കഴിഞ്ഞിട്ടും ഒരാൾ പോലും സഹായിച്ചില്ല. അപ്പം ദിവസവും നിരന്തരം എനിക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു ഷായിച്ചേട്ടൻ്റെ. അപ്പം അന്നത്തെ വരുമാനം, ശമ്പളം എന്ന് പറയാം, ശമ്പളം ഞാൻ വേറെ 1-2 കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരുന്നായിരുന്നു. പക്ഷേ എൻ്റെ കാര്യങ്ങൾ നാളെ ആണെങ്കിലും നടക്കും. ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് പട്ടിണിയാണ്. അപ്പോൾ ആ കുടുംബം മുഴുവൻ പട്ടിണിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം എന്നാൽ കഴിയുന്ന ചെറിയൊരു സഹായം ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പോവാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം സാധാരണ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ മാത്രം ഇവർക്ക് മാത്രം ഒരു സഹായവും എത്തിയിട്ടില്ല. അപ്പം നിങ്ങൾ ഇവരെ ഒന്ന് സഹായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാൽ കഴിയുന്ന സഹായം ഒന്ന് എത്തിച്ചു കൊടുക്കണം. കാരണം യാതൊരുവിധ നിവൃത്തിയില്ലാത്തൊരു കുടുംബമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത്. വഴിയാ അല്ല, എവിടെ പഠിക്കുന്നേ? മുണ്ടക്കയത്തോ? ഇവിടെ ഉണ്ടോ? ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. ജോലിയാ ചേട്ടൻ മോനെ. ഇനി എനിക്കറിയാം വീട്. ഇതാ വീട്. എന്താ പറ്റി? താങ്ക് യു. അച്ഛൻ വീണെന്നാ പറയുന്നത്. ഒത്തിരി നേരമായോ? വൈകായിരുന്നേ, ഇതിന്റെ അകത്തായിരുന്നു. നടക്കാൻ പോവാ, സൈഡ് തളർന്നു പോവാ. കുഴപ്പമില്ല. രാവിലെ തൊട്ടേ പണിയാ, സർപ്പിക്കുക, വീണ്ടും കിടക്കുക, പിന്നെയും വീടിട്ടടിച്ച് കുഞ്ഞ് കപ്പോസിങ് വേണ്ടി താഴത്തെ കാണാനായി ഇപ്പോൾ എടുത്തോണ്ട് ഇവിടെ കൊണ്ട് കുളിപ്പിക്കാനുള്ള ഇതിലായിരുന്നു. ചേട്ടനെ വിളിച്ചത് കൊണ്ടാണ് ഇന്നും വിളിച്ചില്ലേ? ഇന്നും ഞാൻ വിളിച്ചായിരുന്നു. എൻ്റെ കഷ്ടപ്പാട് അതുകൊണ്ടൊക്കെ ഉണ്ട്. അതാ ഞാൻ വന്നതേ. കുഴപ്പമില്ല, സാരമില്ല. ഇനിയിപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നേ? അങ്ങോട്ടാ കൊണ്ടുപോകണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ റാന്നി കൊണ്ടുപോകാൻ വിചാരിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അല്ലാതെ പറ്റത്തില്ല, ഒരാളെ മനം മറിയുക. എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നോ ഹോസ്പിറ്റലിൽ? കൊണ്ടുവന്നോ. അപ്പോൾ ഇതാണ് ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഒരു വട്ടം വീഡിയോ ചെയ്തതാണ്, പക്ഷെ എന്നിട്ടും ഒരാളും സഹായിച്ചിട്ടില്ല. ഒരു വട്ടം കൂടെ ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതായിരിക്കും. നിങ്ങളത് കഴിയുന്ന സഹായം 10 രൂപ 10 രൂപ ഒന്ന് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ ഞാൻ ഈ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസമാകും.